ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ ഒരു നവവൈദികൻ തൻ്റെ സ്ഥലമാറ്റത്തിൽ ഒട്ടും തൃപ്തനല്ലാഞ്ഞതുകൊണ്ട് തൻ്റെ ആത്മീയ പിതാവിനെ കണ്ട് ഇക്കാര്യം ഒന്ന് ബോധിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ നവവൈദികൻ തൻ്റെ ആത്മീയ പിതാവിനോട് തൻ്റെ സങ്കടങ്ങളും ആകുലതകളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ആത്മീയ പിതാവ് ഈ നവവൈദികനോട് ഇപ്രകാരം പറഞ്ഞു: നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് പോവുക എന്നുള്ളതല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് നീ പോവുക എന്നുള്ളതാണ് നിന്റെ വിളി. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മിഷൻ സൺഡേ. 1926 11-ാം പിയൂസ് മാർപ്പാപ്പയാൽ സ്ഥാപിതമായ ഒരു ദിനമാണ് മിഷൻ സൺഡേ. മിഷണറിമാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും അവർക്കായി ദൈവത്തിനോട് പ്രാർത്ഥിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്കായി കൊച്ചു കൊച്ചു ത്യാഗങ്ങളെടുത്ത് നമ്മെക്കൊണ്ടാകുന്ന വിധത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി കടന്നു പോകുന്ന ഒരു ദിവസം. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണോ ഒരു മിഷൻ ഞായർ? ഒരിക്കലുമല്ല. പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത്? ഇത് ഒരു തിരിച്ചറിവിൻ്റെ ഞായറാഴ്ചയായിരിക്കണം. ആരാണ് മിഷണറി എന്നും ഒരു മിഷണറിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്നും തിരിച്ചറിയേണ്ട ഞായറാഴ്ച. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ മാമോദിസ സ്വീകരിച്ച എല്ലാവരും മിഷണറിമാരാണെന്ന് തിരിച്ചറിയുക. ഈ തിരിച്ചറിവിൽ നാം അറിയുകയും അനുഭവിക്കുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പ്രചരിപ്പിക്കുക എന്നതാണ് ഒരു മിഷണറിയുടെ ഉത്തരവാദിത്തം. ഈ മിഷൻ ഞായറിലെ 4 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതേ സന്ദേശമാണ്. അതിന് നാം ആഗ്രഹിക്കുന്നിടത്ത് ആയിരുന്നാൽ പോരാ, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നാം ആയിരിക്കണം എന്നതാണ് പരമപ്രധാനം. അതുതന്നെയാണ് ഏലിയാ ശ്ലീഹ മൂശാക്കാലത്തിലെ മൂശാക്കാലം 3-ാം ഞായറിലെ മിഷൻ സൺഡേയോട് അനുബന്ധിച്ചുള്ള 4 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ 1-ാമത്തെ വായന പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ മിദിയാനിലായിരുന്ന മോശയെ വിളിച്ച് അഭിഷേകം ചെയ്ത് ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുന്ന ദൈവത്തെ നാം കാണുകയാണ്. ഇന്നത്തെ 2-ാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 6 വരെയും 10 മുതൽ 11 വരെയുമുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് ആയിരിക്കുന്നവർക്ക് ലഭിക്കുന്ന രക്ഷയുടെ സദ്വാർത്ത യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു തരുന്ന ദൈവത്തെ നാം 2-ാം വായനയിൽ കാണുന്നു. ഇന്നത്തെ ലേഖനഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ സുവിശേഷം പ്രസംഗിക്കുക എന്നത് എൻ്റെ കടമയാണെന്നും സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നും ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ സുമനസാൽ സുവിശേഷം പ്രഘോഷിച്ചാൽ മാത്രമേ പ്രതിഫലം ഉണ്ടാകുകയുള്ളൂ എന്ന് കൊറിന്തോസിലെ ജനതയെ പഠിപ്പിക്കുന്ന പൗലോസ് ശ്ലീഹായെ നാം ഇവിടെ കാണുകയാണ്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇവിടെ ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ പേര് ചൊല്ലി വിളിച്ച് അവർക്ക് അധികാരങ്ങളും ഉപദേശങ്ങളും നൽകി അയക്കുന്ന ഈശോയെ നാം കാണുകയാണ്. അപ്പസ്തോലന്മാർ അഥവാ അയക്കപ്പെട്ടവൻ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ദൗത്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ വ്യക്തമായി പറഞ്ഞു തരികയാണ്. ഒരു പ്രേക്ഷിതനായി നാം ജീവിക്കുമ്പോൾ എങ്ങനെ ഈ പ്രേക്ഷിത ജീവിതം മനോഹരമാക്കാമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോയും ശിഷ്യന്മാരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി ക്രിസ്തുവിനെ ശ്രവിക്കുന്നവർ ആകുക എന്നാണ് ശിഷ്യന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ഉപദേശരൂപണെ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യങ്ങൾ വിവരിക്കുമ്പോൾ അത് ശ്രദ്ധാപൂർവം ശ്രവിക്കുന്ന ശിഷ്യന്മാരെയാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. ഈ ലോക ജീവിതത്തിൽ നാം ഒരു പ്രേക്ഷിതനായി ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ ശ്രവിക്കുക എന്നത് നമ്മുടെ പരമപ്രധാനമായ കടമയാണ്. ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കാനും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപദേശിക്കാനും നാം തൽപരരാകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനെ ശ്രവിക്കുക എന്നത്
ഒരു പ്രേക്ഷിത ദൗത്യമാണ്. രണ്ടാമതായി, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ഒരു അപ്പസ്തോലിക മനോഭാവം നമ്മളിൽ ഉടലെടുക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ അല്ല പൂർത്തിയാകുന്നത്, മറിച്ച് ക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ക്രിസ്തുവിന് വേണ്ടി പരിശുദ്ധ മാമോദീസയാൽ ആരംഭിച്ച നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും നമുക്കും ശിഷ്യന്മാർക്കുണ്ടായ ഈ ഒരു മനോഭാവം ഉണ്ടാകേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വില കൊടുക്കാതെ ക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വില കൊടുക്കണം എന്ന് പറയുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നാം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വില കൊടുത്തവരെല്ലാം രക്ഷപ്പെടുന്നത്. ആരെല്ലാം ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെക്കാൾ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വില കൊടുത്തോ അവരെല്ലാം വീണു പോകുന്നതും നാം കാണുന്നുണ്ട്. ആയതിനാൽ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്കായി നമുക്ക് ജീവിക്കാം. മൂന്നാമതായി, എന്തിനാണ് ഒരു ക്രിസ്തു ശിഷ്യൻ പ്രേക്ഷിത വേല ചെയ്യേണ്ടത്? അതിനുള്ള ഉത്തരം ഇന്നത്തെ 4 വായനകളിലൂടെയും തിരുസഭ മാതാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നാം എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും. അല്ലെങ്കിൽ എന്തിനാണ് ദൈവം മിദ്യാനിൽ കിടന്ന മോശയെ ഈജിപ്തിലേക്ക് അയച്ചത്? എന്തിനാണ് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ രക്ഷയുടെ സദ്വാർത്ത ഇസ്രായേൽ ജനത്തെ അറിയിച്ചത്? സാവൂൾ എന്ന യുവാവിനെ എന്തിനാണ് ദൈവം പൗലോസാക്കി മാറ്റി സുവിശേഷം പ്രഘോഷിപ്പിച്ചത്? ഈശോ തൻ്റെ പ്രേക്ഷിത ദൗത്യം എന്തിനാണ് ശിഷ്യന്മാർക്ക് കൈമാറിയത്? എല്ലാം തൻ്റെ സൃഷ്ടികളുടെ രക്ഷ മാത്രം ആഗ്രഹിച്ചാണ്. പ്രിയരെ, നമ്മുടെ പിതാവായ ലിയോ 14 പാപ്പ 99ാം മിഷൻ ഞായർ സഭയിൽ ആഘോഷിക്കുമ്പോൾ സകല ജനങ്ങളുടെയും ഇടയിൽ പ്രത്യാശയുടെ സുവിശേഷകരും പ്രത്യാശയുടെ നിർമ്മാതാക്കളുമാകുവാനാണ് നമ്മെ ഈ കൊല്ലം ക്ഷണിക്കുന്നത്. ഈ ക്ഷണം നമുക്ക് പ്രാവർത്തികമാക്കാൻ ക്രിസ്തുവിനെ ശ്രവിക്കാം. ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ വില കൊടുക്കാം. എൻ്റെ പ്രേക്ഷിത വേലയുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ രക്ഷ സകലരിലും എത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ഈ മിഷൻ ഞായർ നമുക്ക് ആഘോഷിക്കാം. ആമേൻ.